അറബിക് ആൽഫബറ്റ്സ് ടോട്ടലി 28 അതിനെ 14 രണ്ടായി ഡിവൈഡ് ചെയ്യാം. അതായത് അൽ ഹുറൂഫ് ഷംസിയ, അൽ ഹുറൂഫുൽ ഖമരിയ. അഷംസിയ എന്ന് പറഞ്ഞാൽ ഈ ഷംസിയായ അക്ഷരങ്ങളുടെ മുന്നിൽ അലിഫ്ലാം വന്നാൽ, അൽ എന്നുള്ള പ്രയോഗം വന്നു കഴിഞ്ഞാൽ ലാമിനെ ആ അക്ഷരത്തിലേക്ക് ചേർത്ത് ഉച്ചരിക്കും. അഷംസ്, അദ്ദാബ, അന്നവാഫ 14 അക്ഷരങ്ങളും അങ്ങനെ ലാമിനെ അക്ഷരത്തിലേക്ക് ചേർത്ത് ഇദ്ഗാം ചെയ്തുകൊണ്ടാണ് ഉച്ചരിക്കുക. എന്നാൽ ഖമരിയ എന്ന് പറയുമ്പോൾ അലിഫ് ലാം ഖമരിയായ അക്ഷരങ്ങൾക്ക് മുമ്പിൽ വന്നാൽ ലാമിനെ വെളിവാക്കി പറയുകയാണ് വേണ്ടത്. അഥവാ അൽ ഖമർ, അൽ ബദർ. ഉദാഹരണങ്ങൾ സ്ക്രീനിൽ കാണാവുന്നതാണ്. അപ്പോൾ ഷംസിയായ 14 അക്ഷരങ്ങളും ഖമരിയായ 14 അക്ഷരങ്ങളുമാണുള്ളത്.